ഗുരുപാദാരവിന്ദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ആരംഭിക്കാം. നാം എല്ലാം ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ് കർമ്മ കർമ്മ എന്ന്. കർമ്മ എന്തെന്ന് അറിയില്ല. ചിലരൊക്കെ നെറ്റിയിൽ ഇങ്ങനെ പൊട്ടിയിട്ട് പറയും കർമ്മ. ഒന്നും നമുക്കറിയില്ല എന്തായി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ എന്നിങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അതിൽ ഈ വീട്ടിലെ അമ്മൂമ്മമാരും വലിയമ്മമാരും പറയുന്ന കർമ്മയല്ല ഈ സ്കൂളിൽ പഠിച്ച കർമ്മം എന്ന് എനിക്ക് മനസ്സിലായത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ പിന്നെ സത്സംഗത്തിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഈ വാക്ക് ഇത്തിരി കൂടി കേട്ടു തുടങ്ങി. പിന്നീട് നമ്മുടെ ഉപനിഷത്ത് ക്ലാസ്സുകളൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഉപനിഷത്ത് ക്ലാസ്സിൽ വെച്ചാണ് കർമ്മത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചത്. കർമ്മങ്ങൾ എനിക്ക് 3 വിധമുണ്ട്. പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ജന്മം കിട്ടുന്നത്. അപ്പോൾ ഈ പല ജന്മങ്ങളിൽ നമ്മൾ സൂക്ഷിച്ച് സഞ്ചിയിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും നമ്മൾ സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ആ കർമ്മങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ നന്നായി പരിപാലിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ ആവശ്യമില്ലാത്ത ദുഷ്കാര്യങ്ങളൊക്കെ ചെയ്യാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് അവർ 5 വയസ്സ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അച്ഛനമ്മമാർ അവരെ നിയന്ത്രിക്കേണ്ട കാര്യം അധികമില്ല. ഒന്ന് നോക്കിയാൽ മാത്രം മതി. അധ്യാപകരായാലും വീട്ടുകാരായാലും കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 5 വയസ്സ് വരെ നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ നോക്കണം. സഞ്ചിത കർമ്മങ്ങൾ കൂട്ടി കൊണ്ടുവരാതെ നോക്കണം. പിന്നീടാണ് വരുന്നത് ആഗാമി കർമ്മങ്ങൾ. ആഗാമി കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് കുറച്ച് എടുത്ത് നമ്മളത് ഉപയോഗിക്കുന്നു. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് നമ്മളത് മാറ്റി നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ പെരുമാറി ആഗാമി കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു. അത് ആഗാമി കർമ്മങ്ങൾ. അത് അടുത്ത ജന്മത്തേക്കുള്ള സഞ്ചിതത്തിൽ കയറിയിരിക്കുന്നതായിരിക്കും. പിന്നെ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നു. അല്ലാത്ത പ്രാരബ്ധക്കാരനാണല്ലോ എന്ന് പറയുമ്പോൾ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണെന്നാണ്. ഈ ജന്മത്തിൽ നമ്മൾ ആദ്യമായി ആരംഭിക്കുന്ന പ്രകൃതേണ ആരംഭിക്കുന്നത് ഈ ജന്മത്തിൽ നമ്മൾ ആരംഭിക്കുന്ന കർമ്മത്തെ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് ആഗാമി കർമ്മങ്ങൾ, കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന കുറേശ്ശെ ഉപയോഗിച്ചതും ഈ 3 കൂട്ടിയിട്ടാണ് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കഴിയുന്നതും ചിന്തകളെ നിയന്ത്രിച്ച് ചിന്തകളെ ശ്രദ്ധിച്ചു നോക്കി എന്താണ് ഞാനീ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, വെറുതെ അങ്ങ് മനസ്സ് പറഞ്ഞതുപോലെ പോവുകയാണ് എന്ന് നോക്കി ശ്രദ്ധിച്ച് നാം ജീവിച്ചാൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോകുന്നവ. വളരെ കുറച്ച് പ്രാരബ്ധ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഗാമി കർമ്മങ്ങൾ ഗുരുകൃപ കൊണ്ട് തന്നെ നമുക്ക് ഈ ആഗാമി കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ മിക്കതും ഒഴിച്ചുകൂടാനാകാത്ത സഞ്ചിത കർമ്മങ്ങൾ എല്ലാം ഗുരുകൃപ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, ഗുരുവിന്റെ ഒരു ദർശന മാത്രയിൽ നിങ്ങളുടെ സഞ്ചിത കർമ്മങ്ങൾ മുഴുവൻ ഭഗ്നമായി പോകുന്നു എന്ന്. അതുകൊണ്ടാണ് ഗുരുദർശനത്തിനായി നാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗുരുദർശനത്തിനായി വരണം, ഗുരുവിനെ ദർശിക്കണം, ആ പാദങ്ങൾ വന്ദിക്കണം എന്നെല്ലാം പ്രായമുള്ളവർ പറയുന്നത് നമ്മൾ അനുസരിച്ചേ മതിയാകും. കാര്യപ്രകടനം ആർക്കും അധികമായി ഇല്ലാതിരിക്കട്ടെ. ഹരി ഓം തത്സത്.